നമസ്കാരം. പ്രധാന വാർത്തകൾ. സിദ്ധാർത്ഥന്റെ മരണം. ഡീൻ എം കെ നാരായണന് തരം താഴ്ത്തലും സ്ഥലമാറ്റവും. പൂക്കോട് വെറ്റിനറി കോളേജ് ഡീനായിരുന്ന എം കെ നാരായണന് തരം താഴ്ത്തലോട് കൂടിയ സ്ഥലമാറ്റം. പൂക്കോട് വെറ്റിനറി കോളേജ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് നടപടി. അസിസ്റ്റന്റ് വാർഡൻ കാന്തനാഥിനെയും സ്ഥലം മാറ്റി. ഇദ്ദേഹത്തിന്റെ 2 വർഷത്തെ പ്രമോഷനും തടയും. ഇരുവരുടെയും വാദം കേട്ട ശേഷമാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. എം കെ നാരായണനെ മണ്ണുത്തി വെറ്റിനറി കോളേജിലേക്കും കാന്തനാഥിനെ തിരുവിഴാംകുന്ന് പൗൾട്രി കോളേജിലേക്കുമാണ് സ്ഥലം മാറ്റുന്നത്. നാരായണനെ തരം താഴ്ത്താനും 3 കൊല്ലത്തേക്ക് ഭരണപരമായ ചുമതലകൾ നൽകേണ്ടെന്നും തീരുമാനിച്ചിട്ടുണ്ട്. ഭക്ഷണവേളയിലും വിശ്രമ സമയത്തുമുള്ള ചിത്രങ്ങൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു. ചിത്രങ്ങൾ സഹിതം തെളിവ് നിരത്തി നേതാവ്. പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത അത്രയും പ്രതിനിധികൾ പങ്കെടുത്തില്ലെന്ന തരത്തിൽ ഒഴിഞ്ഞ കസേരകളുടെ ചിത്രം പ്രചരിപ്പിച്ചതിനെതിരെ കണക്ക് സഹിത മറുപടിയുമായി CPM നേതാവ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ. ഭക്ഷണവേളയിലും വിശ്രമ സമയത്തും പ്രധാന ഹാളിന്റെ മുകളിൽ നിന്നുള്ള ചിത്രങ്ങളെടുത്ത് അത് എഡിറ്റ് ചെയ്ത് മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്ത് പ്രചരിപ്പിക്കുന്നതാണ് ഇതെന്ന് അരുൺകുമാർ ഫേസ്ബുക്കിൽ ചിത്രങ്ങൾ സഹിതം കുറിച്ചു. ഇത്തരത്തിൽ എഡിറ്റ് ചെയ്ത് ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് സാമർത്ഥ്യമാണെന്നും സത്യവും സാമർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കണമെന്നും അരുൺകുമാർ കുറിപ്പിൽ വ്യക്തമാക്കി. 16-കാരനെ പീഡിപ്പിച്ച സംഭവം. യൂത്ത് ലീഗ് നേതാവിനെ പിടികൂടാനാകാതെ പോലീസ്. ഡേറ്റിംഗ് ആപ്പിലൂടെ ബന്ധം സ്ഥാപിച്ച് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ യൂത്ത് ലീഗ് നേതാവിനെ പിടികൂടാതെ പോലീസ്. തൃക്കരിപ്പൂർ സ്വദേശിയായ സിറാജുദ്ദീനാണ് ഒളിവിൽ പോയത്. സംഭവത്തിൽ കോട്ടയം സ്വദേശി ജിതിൻ ദാസ്, ചെങ്ങന്നൂർ സ്വദേശി അബ്ദുൽ കലാം ആസാദ് എന്നിവരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കൊല്ലം കുണ്ടറയിൽ പോലീസ് ഉദ്യോഗസ്ഥന് മർദ്ദനമേറ്റു. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ഉദയകുമാറിനാണ് മർദ്ദനമേറ്റത്. പടപ്പക്കരയിൽ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട തർക്കം അന്വേഷിക്കുന്നതിനായി എത്തിയതായിരുന്നു. പടപ്പക്കര സ്വദേശികളായ സെബാസ്റ്റ്യൻ, പ്രദീപ് എന്നിവർ ചേർന്നാണ് ആക്രമിച്ചത്. സെബാസ്റ്റ്യനെ കുണ്ടറ പോലീസ് അറസ്റ്റ് ചെയ്തു. വയനാട്ടിൽ കുഴൽപ്പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂട്ടനടപടി. വൈത്തരി സ്റ്റേഷനിലെ 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ഈ മാസം 15-നാണ് കുഴൽപ്പണം തട്ടിയെടുക്കാൻ ശ്രമിച്ച സംഭവം ഉണ്ടായത്. വൈത്തരി CIക്കും 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുമാണ് നടപടിയെടുത്തിരിക്കുന്നത്. CI അനിൽകുമാർ, ASI ബിനീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അബ്ദുൾ ഷുക്കൂർ, അബ്ദുൾ മജീദ് എന്നിവരെയാണ് IG സസ്പെൻഡ് ചെയ്തത്.